അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡേസി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 2 വ്യാഴാഴ്ച. UDF സർക്കാരിന്റെ ആദ്യത്തെ 100 ദിന കർമ്മ പരിപാടി പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. 541 പരിപാടികളാണ് 100 ദിന കർമ്മ പദ്ധതിയിലുള്ളത്. നിയമസഭയിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന ഉൾപ്പെടുത്തിയ ധനബിൽ പാസാക്കിയതിനു ശേഷം സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി 100 ദിന കർമ്മ പരിപാടി പ്രഖ്യാപിച്ചത്. 100 ദിന കർമ്മ പരിപാടിയുടെ കൌണ്ട് ഡൌൺ തുടങ്ങിയെന്നും ഓരോ 20 ദിവസം കൂടുമ്പോഴും പുരോഗതി വിലയിരുത്തുമെന്നും സതീശൻ വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിന് അദാനി കമ്പനി സർക്കാരിന്റെ അനുമതി തേടി കത്തു നൽകി. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും വിസിൽ MDക്കുമാണ് കത്തു നൽകിയത്. വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനി കമ്പനിയുടെ 49% ഓഹരി MSCയുടെ ടെർമിനൽ വിഭാഗമായ TILന് 13,000 കോടി രൂപയ്ക്ക് വിൽക്കാൻ കരാറുണ്ടാക്കിയ ശേഷമാണ് അനുമതി തേടിയത്. 27,000 കോടി രൂപ മൂല്യമുള്ളതാണ് പദ്ധതി. 16 ലക്ഷം TEU ശേഷിയുള്ള തുറമുഖം 2028 ഡിസംബറോടെ 57 ലക്ഷം TEU ശേഷിയിലേക്ക് വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളിൽ അറസ്റ്റിലായി 30 ദിവസം ജയിലിൽ കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പദവികളിൽ നിന്ന് മാറ്റണമെന്ന 130ാം ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ കൊണ്ടുവരും. കഴിഞ്ഞ ഓഗസ്റ്റിൽ അമിത്ഷാ അവതരിപ്പിച്ച ബിൽ അപരാജിത സാരംഗി അധ്യക്ഷയായ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടിരുന്നു. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കാനുള്ള ബിൽ നിയമസഭ ഐക്യകണ്ഠേന പാസാക്കി. ഇനി പാർലമെന്റിന്റെ ഇരുസഭകളുടെയും അംഗീകാരത്തിനായി അയക്കും. പാർലമെന്റ് പാസാക്കി കേന്ദ്രം വിജ്ഞാപനം ഇറക്കുന്നതോടെ പേരുമാറ്റം യാഥാർത്ഥ്യമാകും. ബജറ്റിന്റെ മഹത്വം കളയാൻ പ്രതിപക്ഷത്തിനൊപ്പം ചിലരും കൂടിയെന്ന് UDFലെ വിമർശകരെ ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. കർഷകർക്കായി കൊണ്ടുവന്ന മദ്യനയ ഭേദഗതി വൻകിട ഡിസ്റ്റിലറിക്ക് വ്യവസായികൾക്കായി മറിച്ചെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കർഷകർക്ക് വേണ്ടിയെങ്കിൽ LDF സർക്കാർ ബക്കാഡിയുമായി ചർച്ച നടത്തിയത് എന്തിനായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചു. വീര്യം കുറഞ്ഞ മദ്യം മദ്യാസക്തി കുറയ്ക്കുമെന്ന് പറഞ്ഞവരാണ് ഇടതുപക്ഷമെന്നും ഇടതു ഭരണകാലത്തെ ഫയൽ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. AI ചിത്രം ഉപയോഗിച്ച് സൈബർ ആക്രമണം നേരിടുന്നുവെന്ന് ലീഗ് അംഗം ഫാത്തിമ തെഹ്ലിയ നിയമസഭയിൽ പരാതിപ്പെട്ടു. പോസ്റ്റ് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കാൻ സ്പീക്കർ നിർദ്ദേശം നൽകി. നിയമസഭയിൽ ഉദ്യോഗസ്ഥർ അത് പോലീസിന് കൈമാറുമെന്നും ശക്തമായ നടപടിയുണ്ടാകുമെന്നും സ്പീക്കർ വ്യക്തമാക്കി. നിർമ്മാണ മേഖലയിൽ JCB അടക്കമുള്ള യന്ത്രോപകരണങ്ങളുടെ വാടക വർദ്ധിപ്പിക്കാൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചു. JCB മണിക്കൂറിന് 1,300 രൂപയിൽ നിന്ന് 1,500 രൂപയാക്കി. 4-ാം തീയതി വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഹാരാഷ്ട്ര തീരം മുതൽ കർണാടക തീരം വരെ സമുദ്രനിരപ്പിൽ തീരദേശ ന്യൂനമർദ്ദ പാത്തിയുണ്ട്. വടക്കൻ കേരള തീരം വരെ ഉണ്ടായിരുന്ന തീരദേശ ന്യൂനമർദ്ദ പാത്തി കർണാടക ഗുജറാത്ത് തീരത്തേക്ക് മാറി. ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദ സാധ്യതയുണ്ട്. എൽ നിനോ, ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ, മാഡൻ ജൂലിയൻ ഓസിലേഷൻ തുടങ്ങിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ കേരളത്തിലെ കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ സംസ്ഥാനത്തിന് പ്രത്യേക സാമ്പത്തിക സഹായം അനുവദിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കൃഷി വകുപ്പ് മന്ത്രി T. സിദ്ദിഖ് നിയമസഭയിൽ അറിയിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കാപ്പ തടവുകാർ തമ്മിൽ സംഘർഷം. 1-ാം ബ്ലോക്കിലെ ഏറ്റുമുട്ടൽ തടയാനെത്തിയ ജയിൽ ഉദ്യോഗസ്ഥർക്കും മർദ്ദനമേറ്റു. 11 പേർക്ക് പരിക്കേറ്റു. ജയിൽ അധികൃതർ പോലീസിൽ പരാതി നൽകി. ഇന്റർനെറ്റ് സേവനം നിലച്ചതുമൂലം സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പിന്റെ AI ക്യാമറകൾ പ്രവർത്തനരഹിതമായി. കെൽട്രോൺ കുടിശ്ശിക അടയ്ക്കാത്തതിനാൽ ഇന്റർനെറ്റ് സേവനദാതാക്കളായ ജിയോ ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചതാണ് കാരണം. സർക്കാരിൽ നിന്ന് 90 കോടിയിലധികം രൂപ കെൽട്രോണിന് ലഭിക്കാനുണ്ട്. മാത്യു കുഴൽനാടനെ KPCC അധ്യക്ഷനാക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് DCC ഓഫീസിന് മുന്നിൽ KSU പ്രവർത്തകർ പ്രകടനമായെത്തി ബോർഡ് സ്ഥാപിച്ചു. നടൻ ടിനി ടോമിനെതിരെ പോലീസ് കേസെടുത്തു. അൻസിബയുടെ പരാതിയിൽ കോടതി ഉത്തരവനുസരിച്ചാണ് പോലീസ് കേസെടുത്തത്.
കേസെടുക്കാനുള്ള തെളിവില്ലെന്ന പോലീസ് റിപ്പോർട്ട് അപൂർണമാണെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ശേഷാദ്രിനാഥിന്റെ നിയമന ഉത്തരവിൽ ഗവർണർ ഒപ്പിട്ടു. ഇതോടെ നിയമനത്തിന് അംഗീകാരമായി. കേരളത്തിൽ വ്യാപകമായ അവയവ കച്ചവടവും വ്യാജരേഖ നിർമ്മാണ റാക്കറ്റുകളെ പിടികൂടാനും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. എറണാകുളം റൂറൽ എസ്പി കെ.എസ്. സുദർശന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘത്തിനാണ് അന്വേഷണ ചുമതല. കോട്ടയം നഗരത്തിലെ പ്രധാന പാതയായ കോടിമത പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ഇന്നു മുതൽ ഒരാഴ്ചത്തേക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിലെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് മ്യൂൾ അക്കൌണ്ടുകൾ വഴി നടന്ന വൻ സൈബർ തട്ടിപ്പുകളും ക്രിപ്റ്റോ ഹവാല ഇടപാടുകളും സംബന്ധിച്ച കേസുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കൈമാറാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചു. നിയമസഭയിലെ സന്ദർശക തിരക്ക് ഒഴിവാക്കാൻ അടുത്ത സമ്മേളനം മുതൽ പ്രായോഗികമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്ന് സ്പീക്കർ വ്യക്തമാക്കി. സഭയിലെ വലിയ തിരക്ക് കാരണം വോട്ടിംഗിന് കൃത്യസമയത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെന്ന് മന്ത്രി ഷിബു ബേബി ജോണിന്റെ പരാതിയെ തുടർന്നാണ് അടിയന്തര നടപടിക്ക് സ്പീക്കർ നിർദ്ദേശം നൽകിയത്. ഈ നിയമസഭാ പദ്ധതി ഊരാളുങ്കലിന് കരാർ നൽകിയത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പഴകുളം മധു എംഎൽഎ. ഈ വിഷയത്തിൽ അദ്ദേഹം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കത്ത് നൽകി. ഭൂട്ടാൻ കാർ കടത്ത് കേസിൽ നടൻ ദുൽഖർ സൽമാനെ കസ്റ്റംസ് ചോദ്യം ചെയ്തു. കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ. ദുൽഖർ സൽമാന്റെ 4 കാറുകൾ കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നു. കാർ കള്ളക്കടത്തിലൂടെ എത്തിച്ചതായിരുന്നു എന്നറിയില്ലെന്ന് ദുൽഖർ മൊഴി നൽകി. കശുവണ്ടി അഴിമതി കേസിൽ INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ, കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ MD രതീഷ് എന്നിവർക്കെതിരെ പ്രോസിക്യൂഷന് സംസ്ഥാന സർക്കാർ അനുമതി നൽകി. സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ ഇക്കാര്യം അറിയിക്കും. LDF സർക്കാർ 2020 മുതൽ അനുമതി തടഞ്ഞുവച്ചിരിക്കുകയായിരുന്നു. കുംഭമേള വൈറൽ താരത്തിന് വിവാഹവുമായി ബന്ധപ്പെട്ട കേസിൽ ഭർത്താവ് ഫർമാന്റെ മുൻകൂർ ജാമ്യ ഹർജി മധ്യപ്രദേശ് കോടതി തള്ളി. മഹേശ്വറിലെ പ്രത്യേക പോക്സോ കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. സ്വകാര്യ ബസ്സുകൾ ടിക്കറ്റേതര വരുമാനങ്ങളെക്കുറിച്ച് ആലോചിക്കണമെന്ന ഗതാഗത മന്ത്രി CP ജോണിന്റെ ആഹ്വാനത്തെ പരിഹസിച്ച് സ്വകാര്യ ബസ് ജീവനക്കാർ ബസ്സുകളിൽ പലഹാര കച്ചവടം തുടങ്ങി. പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. വധശ്രമ കേസിൽ 20 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട VK നിഷാദിനെ DYFI കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. പോലീസുകാരെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളാണ് നിഷാദ്. ദേശീയപാത 66-ൽ ചേർത്തല 11-ാം മൈലിൽ നിർമ്മാണം പൂർത്തിയായ റോഡിൽ ഗർത്തമുണ്ടായത് കുടിവെള്ള പൈപ്പ് പൊട്ടി മണ്ണിലുണ്ടായ സമ്മർദ്ദം മൂലമെന്ന് ദേശീയപാത അതോറിറ്റി. ഗർത്തം മണ്ണിട്ടടച്ചു. ദേശീയപാത അതോറിറ്റിയും ജല അതോറിറ്റിയും സംയുക്ത പരിശോധനകൾ നടത്തി. മഹാരാഷ്ട്രയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരവെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പോക്സോ കേസ് പ്രതിയെ പോലീസ് പിടികൂടി. പുനെ സ്വദേശി സഞ്ജുരാജ് മൽഹോത്രയാണ് മഹാബാലേശ്വറിൽ പിടിയിലായത്. കണ്ണൂരിൽ ലോഡ്ജിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് ഇയാൾ. തമിഴ്നാട്ടിൽ തന്റെ സർക്കാർ കാലാവധി തികയ്ക്കുമെന്ന് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. മതേതരത്വത്തിലും അഴിമതിക്കെതിരായ പോരാട്ടത്തിലും വിട്ടുവീഴ്ചയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിനെ പിന്തുണയ്ക്കുന്ന പാർട്ടികളുടെ യോഗത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. അതേസമയം അമിത്ഷായുമായി തമിഴ്നാട് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കൂടിക്കാഴ്ച നടത്തി. വിജയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിക്കാൻ 35 കോടി രൂപ വരെ MLAമാർക്ക് വാഗ്ദാനം ചെയ്തെന്ന ആരോപണത്തിൽ 3 പേർ അറസ്റ്റിലായി. അട്ടിമറി നീക്കം രഹസ്യാന്വേഷണ വിഭാഗം തകർത്തെന്ന് TVK. വിജയ്ക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് DMKയും രംഗത്ത്. മദ്രാസ് ഹൈക്കോടതിയിൽ ജഡ്ജിമാരുടെ 17 പേഴ്സണൽ അസിസ്റ്റന്റുമാരുടെ നിയമനത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തി. ഇതേ തുടർന്ന് നിയമനങ്ങൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. 2023-ൽ നടന്ന ഈ നിയമന പ്രക്രിയയിൽ യോഗ്യതയില്ലാത്ത ഉദ്യോഗാർത്ഥികൾക്കായി സർവീസ് ചട്ടങ്ങളിൽ വഴിവിട്ട ഇളവുകൾ നൽകിയതായും മെറിറ്റ് പൂർണ്ണമായി അട്ടിമറിച്ചതായും കോടതി കണ്ടെത്തി. MLA സ്ഥാനം രാജിവെച്ച AIADMK മുൻ നേതാവ് C. വിജയഭാസ്കർ TVKയിലേക്ക്.
ഇന്ന് രാവിലെ ടിവികെയിൽ അംഗത്വമെടുക്കും. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളക്കേസിൽ അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് ഡോളറും പിടിച്ചെടുത്തു. കാണിക്കയിൽ വീണ 1000-ലധികം ഡോളറാണ് പ്രതികളുടെ വീടുകളിലും മറ്റും നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്തത്. 11 ഗ്രാം സ്വർണവും കണ്ടെടുത്തു. മുഖ്യപ്രതികളിൽ ഒരാളായ അവിനാശ് ശുക്ലയുടെ യോഗ സെന്ററിൽ നിന്നാണ് കൂടുതൽ പണം കണ്ടെത്തിയത്. താമസിച്ചിരുന്ന മുറിയിൽ നിന്ന് പണം സൂക്ഷിക്കുന്നെന്ന് കരുതുന്ന പെട്ടികൾ കണ്ടെടുത്തു. ക്ഷേത്രത്തിലേക്ക് സംഭാവന സ്വീകരിക്കുന്ന QR കോഡ് പെട്ടിയിൽ ഒട്ടിച്ചിരുന്നു. കഴിഞ്ഞ വർഷത്തെ കുംഭമേള കാലത്താണ് അയോധ്യ രാമക്ഷേത്രത്തിൽ നിന്ന് പ്രതികൾ ലക്ഷക്കണക്കിന് രൂപ കവർച്ച നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തി. അറസ്റ്റിലായ 8 പ്രതികളിൽ പലരും 2025 കുംഭമേളയ്ക്ക് മുൻപ് തന്നെ ചെറിയ രീതിയിൽ മോഷണം നടത്തിയിരുന്നു. ബംഗാളിലെ കൃഷ്ണനഗറിൽ തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്രയ്ക്ക് നേരെ മുട്ടയും പച്ചക്കറികളും എറിഞ്ഞ ആൾക്കൂട്ടം. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ MP സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. BJP നടത്തിയ ആക്രമണങ്ങൾക്ക് പോലീസ് കാഴ്ചക്കാരായെന്നും മഹുവ ആരോപിച്ചു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ് എന്തു ചെയ്യും ചേട്ടാ, പേടിക്കണ്ട ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ, ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള നയതന്ത്ര സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാരുടെ കൂടിക്കാഴ്ച ഇന്ന് ഡൽഹിയിൽ. ഊർജ്ജ സുരക്ഷ, സെമി കണ്ടക്ടർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിൽ സംയുക്ത സഹകരണ കരാറുകളിൽ ഒപ്പുവയ്ക്കും. ഡൽഹിയിലെത്തിയ ജാപ്പനീസ് പ്രധാനമന്ത്രി സനൈ തക്കയിച്ചി ഇന്ന് രാവിലെ 11 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൂൾ കുട്ടികൾക്ക് സൌജന്യ ഇലക്ട്രിക് സൈക്കിൾ നൽകുന്നുവെന്ന പ്രചരണം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ. AI ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോ വിശ്വസിക്കരുതെന്നും സർക്കാർ ഇത്തരമൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു. ആഗോള പ്രതിരോധ വിപണിയിൽ വൻ ശക്തിയായി ഇന്ത്യയുടെ കുതിപ്പ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ രാജ്യത്തിന്റെ പ്രതിരോധ കയറ്റുമതിയിൽ 56 മടങ്ങിന്റെ റെക്കോർഡ് വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ പ്രതിരോധ സാമഗ്രികൾ ഇപ്പോൾ ലോകമെമ്പാടുമുള്ള 80-ലധികം രാജ്യങ്ങളിലേക്കാണ് കയറ്റി അയക്കുന്നത്. കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾക്കും ക്ഷണം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സൽമാൻ ഖുർഷിദ്, പവൻ ഖേര എന്നിവരെ ഇറാൻ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുണ്ട്. ഈ മാസം 5 മുതൽ 9 വരെ ടെഹ്റാൻ, ഖോം, മഷഹദ് എന്നിവിടങ്ങളിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഇന്ധനക്ഷാമം പരിഹരിക്കാൻ റഷ്യ ഇന്ത്യയിൽ നിന്ന് പെട്രോൾ ഇറക്കുമതി ആരംഭിച്ചു. യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളാണ് റഷ്യയിലെ പ്രതിസന്ധിക്ക് കാരണം. റഷ്യയിൽ കടുത്ത ഇന്ധനക്ഷാമമാണ്. റഷ്യൻ സൈന്യത്തിന് ചൈനയിലെ സൈനിക കേന്ദ്രങ്ങളിൽ രഹസ്യമായി തന്ത്രപ്രധാന പരിശീലനം നൽകിയെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രേ ബെലിസോവ് അനുമതി നൽകിയ ഈ രഹസ്യ ദൌത്യത്തിൽ ഇരു രാജ്യങ്ങളിലെയും 4 മുതിർന്ന ജനറൽമാർ നേരിട്ട് പങ്കാളികളായെന്നാണ് റിപ്പോർട്ട്. അമേരിക്ക ഇറാൻ സമാധാന ധാരണകൾക്കിടെ ഹോർമുസ് കടലിടുക്കിൽ ഒരു വിദേശ കപ്പൽ മണൽത്തിട്ടയിൽ ഇടിച്ചുകയറി അപകടത്തിൽപ്പെട്ടു. ഇറാൻ നൽകിയ റൂട്ട് അവഗണിച്ചതാണ് അപകട കാരണമെന്ന് സൂചന. രാജ്യത്ത് വലിയ നാശം വിതച്ച ഇരട്ട ഭൂകമ്പത്തിന് പിന്നാലെ വെനസ്വേലൻ തലസ്ഥാനമായ കാരക്കാസിലെ ആകാശം ചൊവ്വാഴ്ച വൈകുന്നേരം കടും ചുവപ്പ് നിറത്തിലായി. ഇത് ഭൂകമ്പവുമായി ബന്ധമില്ലാത്ത കാന്റിലാസോ എന്ന സ്വാഭാവിക അന്തരീക്ഷ പ്രതിഭാസമാണെന്ന് ശാസ്ത്രജ്ഞർ വിശദീകരിക്കുന്നു. UAE ജൂലൈ മാസത്തെ ഇന്ധനവിലയിൽ ഇളവ് പ്രഖ്യാപിച്ചു. പെട്രോൾ, ഡീസൽ എന്നിവയുടെ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നു. ഇത് വാഹന ഉടമകൾക്ക് വലിയ ആശ്വാസം നൽകുന്നു. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3ാം സീസണ് വേണ്ടിയുള്ള താരലേലം 11-ന്. ഏരീസ് കൊല്ലം സെയിലേഴ്സും തൃശൂർ ടൈറ്റൻസും 4 താരങ്ങളെ വീതവും, കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും ട്രിവാൻഡ്രം റോയൽസും 3 താരങ്ങളെ വീതവും നിലനിർത്തി. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് 2 പേരെയും ആലപ്പി റിപ്പിൾസ് 1 താരത്തെയുമാണ് നിലനിർത്തിയത്. ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ T20 മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു. ഇന്ത്യയുടെ ബാറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് മഴ ശക്തമായത്. ചെസ്റ്റർ ലേ സ്ട്രീറ്റ് റിവർസൈഡ് ഗ്രൌണ്ടിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസാണ് നേടിയത്. സഞ്ജു സാംസൺ 1 റൺ മാത്രമെടുത്ത് പുറത്തായ മത്സരത്തിൽ 68 റൺസ് എടുത്ത ശ്രേയസ് അയ്യരുടെയും 59 റൺസ് എടുത്ത അഭിഷേക് ശർമ്മയുടെയും 42 റൺസ് എടുത്ത ശിവം ദുബെയുടെയും മികവിലാണ് ഇന്ത്യ ഭേദപ്പെട്ട സ്കോറിലെത്തിയത്.
T20 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സിക്സറുകൾ പറത്തി റെക്കോർഡിട്ട് ഇന്ത്യൻ താരം അഭിഷേക് ശർമ്മ. T20 ഫോർമാറ്റിൽ ഏറ്റവും വേഗത്തിൽ 100 സിക്സറുകൾ തികയ്ക്കുന്ന താരമെന്ന റെക്കോർഡാണ് 25-കാരനായ ഈ ഇടങ്കയ്യൻ ബാറ്റർ സ്വന്തമാക്കിയത്. വെസ്റ്റ് ഇൻഡീസ് താരം എവിൻ ലൂയിസ് 789 പന്തുകളിൽ നിന്ന് 100 സിക്സറുകൾ നേടിയ റെക്കോർഡാണ് 785 പന്തുകളിൽ നിന്ന് അഭിഷേക് സ്വന്തമാക്കിയത്. ICC T20 റാങ്കിങ്ങിലും ടെസ്റ്റ് റാങ്കിങ്ങിലും വൻ മാറ്റം. അഭിഷേക് ശർമ്മയ്ക്ക് 1ാം സ്ഥാനം നഷ്ടമായപ്പോൾ മലയാളി താരം സഞ്ജു സാംസണും റാങ്കിങ്ങിൽ തിരിച്ചടി നേരിട്ടു. ടെസ്റ്റ് ബൌളിംഗ് റാങ്കിങ്ങിൽ ജസ്പ്രീത് ബുംറ 1ാം സ്ഥാനം തിരിച്ചുപിടിച്ചു. എക്സ്ട്രാ ടൈമിലെ പെനാൽറ്റിയിലൂടെ 2-3 ഗോളിന് സെനഗലിനെ പരാജയപ്പെടുത്തി ബെൽജിയം പ്രീ ക്വാർട്ടറിലെത്തി. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും 2 ഗോളുകൾ വീതമടിച്ചാണ് പിരിഞ്ഞത്. 24-51 മിനിറ്റുകളിൽ ഗോളുകൾ നേടി സെനഗൽ ലീഡെടുത്തപ്പോൾ തിരിച്ചടിച്ച ബെൽജിയം 3 മിനിറ്റിനിടെ 86-89 മിനിറ്റുകളിലായാണ് 2 തവണ വല കുലുക്കിയത്. അതോടെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക്. എക്സ്ട്രാ ടൈമിന്റെ അവസാനം ലഭിച്ച പെനാൽറ്റിയും ലക്ഷ്യത്തിലെത്തിച്ച് യൂറി ടീലിസ്മാൻ ബെൽജിയത്തെ വിജയത്തിലെത്തിക്കുകയായിരുന്നു. ഫിഫ ലോകകപ്പിന്റെ ആവേശകരമായ മത്സരത്തിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയെ 1-2 ഗോളുകൾക്ക് തകർത്ത് ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടറിൽ. 2ാം പകുതിയിൽ നായകൻ ഹാരി കെയ്ൻ നേടിയ ഇരട്ട ഗോളുകളുടെ കരുത്തിലാണ് ഇംഗ്ലണ്ട് വിജയം കെട്ടിപ്പടുത്തത്. ഇംഗ്ലീഷ് പടയെ ഞെട്ടിച്ചുകൊണ്ട് 7ാം മിനിറ്റിൽ ബോക്സിനുള്ളിൽ നിന്ന് കോങ്കോ വിംഗർ ബ്രയാൻ സിപ്പെങ്കെ ഉഗ്രനൊരു ഫിനിഷിംഗിലൂടെ പന്ത് വലയിലെത്തിച്ചു. 2ാം പകുതിയിൽ 75-86 മിനിറ്റുകളിൽ കെയ്ൻ വല കുലുക്കി വിജയമുറപ്പിച്ചു. ഫിഫ ലോകകപ്പിൽ ഇരട്ട ഗോളുകളുമായി കളം നിറഞ്ഞ ഇംഗ്ലണ്ട് നായകൻ ഹാരി കെയ്ൻ ഇതിഹാസ താരം പെലെയുടെ ലോകകപ്പ് ഗോൾ റെക്കോർഡ് മറികടന്നു. ലോകകപ്പ് ചരിത്രത്തിൽ 12 ഗോളുകൾ നേടിയിരുന്ന പെലെയുടെ റെക്കോർഡാണ് കെയ്ൻ മറികടന്നത്. ലോകകപ്പിലെ കെയ്നിന്റെ ആകെ ഗോളുകൾ 13ആയി. 117 മത്സരങ്ങളിൽ നിന്ന് 84 അന്താരാഷ്ട്ര ഗോളുകൾ എന്ന അപൂർവ നേട്ടവും കെയ്ൻ സമ്പാദിച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.